ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. നമ്മുടെ ജീവിതത്തിൽ മെന്റൽ ഹെൽത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് നൽകേണ്ടതുണ്ടെന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഐ എം രാകേഷ്, ഫൗണ്ടർ ഓഫ് ഒറിജിൻ ഇന്ത്യ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില വ്യക്തികളെ എടുത്താൽ നമുക്ക് അവരുടെ വർക്കായിട്ട് നമ്മൾ ഒരിക്കലും നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, സച്ചിൻ ടെണ്ടുൽക്കർ എടുത്തു കഴിഞ്ഞാൽ ക്രിക്കറ്റിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. അതേമാതിരി AR റഹ്മാനെ മ്യൂസിക്കിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. അതേമാതിരിയാണ് ഡോക്ടർ ഭഗവതി അമ്മാളിനെ ആയുർവേദത്തിൽ നിന്നും ഒരിക്കലും വേർതിരിക്കാൻ പറ്റില്ല. സോ ലെറ്റ് മീ വെൽക്കം ഡോക്ടർ ഭഗവതി അമ്മാൾ. More than 40 years experience in women's health and various lifestyle disorders. She's working as a senior most doctor in Siddharam Ayurveda Specialty Hospital, and she's known for her amazing work in fertility and PCOS care. Welcome, doctor. Doctor, ഇന്ന് ടെക്നോളജിക്കലി നമ്മളെല്ലാം വളരെയധികം ഡെവലപ്ഡ് ആണ്. പക്ഷെ നമ്മളുടെ ലൈഫിൽ തിരക്ക് എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു കുടുംബത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും അവരുടെ വർക്കായിരിക്കും. സോ ഈ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ മാനസികാരോഗ്യത്തിന്? ഒരു വ്യക്തിയുടെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് അയാളിൽ തന്നെയുണ്ട് ഫസ്റ്റ്. കാരണം എന്താന്ന് വെച്ചാൽ കാണുന്നതെല്ലാം നെഗറ്റീവായിട്ട് കാണാൻ തുടങ്ങിയ ഒരു വ്യക്തിക്ക് ഒരിക്കലും മെന്റൽ ഹെൽത്ത് ഫുൾ ആവില്ല. അപ്പൊ നമ്മള് നെഗറ്റീവായിട്ടുള്ള വസ്തുവിനെ പോലും നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ തന്നെ നമ്മളിൽ ഒരു പോസിറ്റിവിറ്റി താനെ ജനറേറ്റ് ചെയ്യും. അത് നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ അതുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് ശ്രമിക്കണമെങ്കിൽ അതിന് തയ്യാറെടുത്തൊരു മനസ്സുണ്ടാവണം. അപ്പൊ മനസ്സാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചാര്യൻ എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ ഒരു ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പൊ ആ മനസ്സിന്റെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വരുത്തിയേ പറ്റും. ഡോക്ടർ, ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആയുർവേദത്തില് ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെന്റൽ ഡിസോർഡർ ആയിട്ടാണ് കാണുന്നത് ശരിക്കും? അല്ല, അങ്ങനെ നമുക്ക് അതൊരു മെന്റൽ ഡിസോർഡർ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ ആയുർവേദ രീതിയ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് 3 ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഇത് തീരുമാനിക്കുക. വാതം, പിത്തം, കഫം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ത്രിദോഷങ്ങൾ എന്നാണ് ഇവർക്ക് ചുരുക്കത്തിൽ നമ്മൾ പറയുക. പക്ഷെ അവരെ ദോഷങ്ങൾ എന്ന് പറഞ്ഞാലും അവര് ദോഷികളല്ല, അവര് വളരെ നല്ലവരാണ്, നമ്മളെ ഒരുപാട് സഹായിക്കുന്നവരാണ്, നമ്മുടെ ശരീരത്തിൽ തന്നെ അവർ ഓടി നടക്കുന്നവരാണ്. അവരെ സമനിലയിൽ നിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിലാണ് ആരോഗ്യപരമായ ജീവിതം മുൻനിർത്തി കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതാണ് ആയുർവേദ ശാസ്ത്രം ആദ്യമേ പറയുന്നത്. അതിനൊരു ചെറിയ ശ്ലോകമുണ്ട്, അത് ഞാനൊന്ന് പറയാം. സമദോഷ സമാഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്ന ആത്മ ഇന്ദ്രിയ മനാഹ സ്വസ്ഥ ഇത്യഭിധീയത. അതായത് ഒരാള് സ്വസ്ഥനാകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ 3 ദോഷങ്ങളും സമാവസ്ഥയിൽ ഇരിക്കുക. ഒരാൾ കയറി ഒരാൾ ഇറങ്ങി വരുന്നാൽ ശരിയാവില്ലല്ലോ. കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ ഞാൻ മുന്നേ നീ മുന്നേ പോകാതെ രണ്ടുപേരും സമമായിട്ട് നിൽക്കണം, സ്നേഹത്തോടുകൂടി നിൽക്കണം. അപ്പൊ സമദോഷ എന്ന് പറയുന്നതാണ്. സമ അഗ്നിശ്ച, അഗ്നി എന്ന് പറഞ്ഞാൽ അഗ്നി എല്ലാത്തെയും ദഹിപ്പിക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ശരിയായ രീതിയിൽ ദഹിച്ച് നമ്മുടെ ശരീരത്തിലാവണമെന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ സമദോഷ സമാഗ്നിശ്ച. സമധാതു, ധാതുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ രസ, രക്ത, മാംസ, മേധോ, അസ്ഥി, മജ്ജ, ശുക്ലം എന്നൊരു 7 ധാതുക്കളുണ്ട്. അത് നമ്മൾ കഴിക്കുന്ന അന്നം ദഹിച്ച് ആ രീതിയിൽ ഈ 7 ധാതുക്കളായിട്ട് അത് പരിണമിക്കണം. അതിന് വരുന്ന അഗ്നിയെ ധാത്വാഗ്നി എന്ന് പറയും. അപ്പൊ അതിനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മെറ്റബോളിസം. അപ്പൊ മെറ്റബോളിസം ശരിയാവണം. ഇപ്പൊ സമദോഷ സമാഗ്നിച്ച സമധാതു. മലക്രിയ, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം, ആവശ്യമുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതെല്ലാം പുറത്തു പോകണം. പുറത്തുകൂടി പോകുന്നത് മലമൂത്ര വിസർജ്യങ്ങൾ, വിയർപ്പ് മാത്രമല്ല മനസ്സിലെ മാലിന്യങ്ങളും കൂടി അതിന്റെ കൂടെ നമ്മൾ കളയാൻ പഠിക്കണം. അപ്പോഴാണ് നമുക്ക് മാനസിക ആരോഗ്യം കൂടി വരിക. ഇത്രയും ശരിയായാൽ പ്രസന്ന ആത്മ
പ്രസന്നമായിട്ടുള്ള ആത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടെങ്കിൽ സ്വസ്ഥ ഇത്യഭിധീയത, അയാളെയാണ് സ്വസ്ഥൻ എന്ന് പറയുന്നത്. അതായത് ശാസ്ത്രം മനസ്സുമായിട്ടും ശാരീരികവുമായിട്ടും ബന്ധപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ലൈൻ, ഒരു ലിങ്ക്. അതെ ഡോക്ടർ, അതാണ് എനിക്ക് മനസ്സിലായത്. അതായത് നമുക്ക് ആരോഗ്യം വളരെയധികം ഇമ്പോർട്ടൻസ് ആണ്, മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. അതെ ഡോക്ടർ. ഡോക്ടർ, അപ്പോ ഡോക്ടറുടെ അഭിപ്രായത്തില് ഇന്നത്തെ ഈ ഒരു ബിസി ലൈഫില് നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോ സ്ട്രെസ് എന്ന് പറയാൻ തന്നെ കാരണം എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഉള്ള ഓഫീസ് വർക്കാണ്. ഒന്ന് രാത്രിയിൽ, അതായത് ഇപ്പൊ ഫോറിൻ കൺട്രീസിലുമായിട്ട് അറ്റാച്ച്ഡുള്ള കമ്പനികളാണെങ്കിൽ രാത്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് അവിടെ പകലും നമുക്കിവിടെ രാത്രിയുമാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള് രാത്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവര് ഉറക്കമൊഴിയുന്നു. പിന്നെ ഭക്ഷണ രീതി ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ല. രാത്രി ആവശ്യമില്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുന്നു, ആവശ്യമുള്ള സമയത്ത് അവര് ഉറങ്ങുന്നു. കാരണം അവർക്ക് രാത്രി വർക്ക് ചെയ്യണമെങ്കിൽ പകൽ ഉറങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഭാര്യ ഫോറിൻ കമ്പനിയിൽ ജോലി ചെയ്യും, ഭർത്താവ് ഇന്ത്യൻ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ ഭാര്യ ജോലി ചെയ്യുന്ന സമയത്ത് ഭർത്താവ് ഉറങ്ങണം, ഭർത്താവ് ഉറങ്ങുന്ന നേരത്ത് ഭാര്യ ഉറങ്ങണം, അമ്മയും അച്ഛനും ഉറങ്ങുന്ന നേരത്ത് കുട്ടികൾ ജോലി ചെയ്യണം, കുട്ടികൾ ജോലി ചെയ്യുമ്പോൾ അമ്മയും അച്ഛനും ഉറങ്ങണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം ശിഥിലതയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരുടെ ജീവിത മാർഗങ്ങള് തേടി പോകുമ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നു. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ ആ ശിഥിലതയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കിട്ടുന്ന സന്ദർഭങ്ങളിൽ സ്വരൂപിപ്പിക്കാനും സന്തോഷത്തോടു കൂടി ഇരിക്കാനും വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ കുടുംബ ആരോഗ്യം നിലനിർത്തണം. കുടുംബ ആരോഗ്യം നിലനിർത്തിയാൽ മാത്രമേ കുടുംബത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ. കുടുംബത്ത് സമാധാനം ഉണ്ടായാൽ എല്ലാം സമാധാനമായിരിക്കും. കാരണം നമ്മള് സ്ട്രെസ് എപ്പോഴും മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാൻ ഒരിക്കലും പറ്റില്ല, അല്ലെ? പറ്റില്ല. ജീവിതത്തിൽ എപ്പോഴും ഇത് പണ്ട് കാലത്തും ഉണ്ട്, ഈ സ്ട്രെസ് ഒക്കെ പണ്ട് കാലത്തും ഉണ്ട്. പക്ഷെ പണ്ട് കാലത്തുള്ള ഗുണം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഐക്യതയുള്ള കുടുംബമായിരുന്നു, കൂട്ടുകുടുംബങ്ങളായിരുന്നു. അപ്പൊ ഒരാൾക്ക് ഒരാളോട് പറഞ്ഞു തീർക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആൾക്കാരുണ്ട്. ഇന്ന് ന്യൂക്ലിയർ ഫാമിലി ആയപ്പോ അത്യാവശ്യം വന്നാൽ പോലും ഹെൽപ്പ് ചെയ്യാൻ ആർക്കും ആരും ഇല്ലാത്ത ഒരു സന്ദർഭം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂട്ടുകാരുമായിട്ടോ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടോ എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ കൂടുതൽ കൊണ്ടുവരിക. ബന്ധങ്ങൾ കൂടുതൽ കൊണ്ടുവരും തോറും മാനസിക ആരോഗ്യം കൂടി വരും. ഓക്കെ ഡോക്ടർ, അത് വളരെ വിലപ്പെട്ട ഇതായിരുന്നു ഡോക്ടർ. കാരണം നമ്മളെല്ലാം ന്യൂക്ലിയർ ഫാമിലി ആകുമ്പോൾ ആർക്കും അപ്പുറത്തെ ഒരു ആളോട് പോലും സംസാരിക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിലായിരിക്കും. നമ്മൾ ഇത്രമാത്രം അറ്റാച്ച്ഡ് ആണെങ്കിലും ഡിറ്റാച്ച്ഡ് ആണ്. അതെ, അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഒരു 3 വയസ്സാകുമ്പോഴേ സ്കൂളുകളിൽ കൊണ്ടുവിട്ടിട്ട് അച്ഛന്മാര് ജോലിക്ക് പോകണം. അവര് ജോലിക്ക് പോയാലേ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ചെലവ് കൂടുതലുള്ള കാലഘട്ടമാണ്. അതൊക്കെ ശരിയാ. പക്ഷെ കുഞ്ഞുങ്ങൾക്ക് ലാളന അമ്മയുടെയും അച്ഛന്റെയും കിട്ടുന്നില്ല. അപ്പൊ കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്ത് ഒറ്റപ്പെടുന്നവരിൽ കൂടുതൽ സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും ഐക്യത കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് മാനസികാരോഗ്യത്തിന് ഏറ്റവും പ്രധാനമായി കാണേണ്ട ഒരു വസ്തുത. അത് ഓഫീസുകളിലായാലും അതെ, സ്കൂളുകളിലായാലും അതെ, വീടുകളിലായാലും അതെ, ആ ഒരു ഐക്യത, ഒരു സ്വരുമിപ്പ് എല്ലായിടത്തും ഉണ്ടാവും. അതിനൊരു സമയം കണ്ടെത്തണം. ഓഫീസുകളിലായാലും ഒരു 10 മിനിറ്റ് എല്ലാവരും കൂടി ഒന്ന് കൂടിയിരിക്കാനോ ഭക്ഷണം കഴിക്കുന്ന നേരത്തെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മനസ്സിന് വേണ്ട ഒരു സന്തോഷം ഉണ്ടാക്കിയെടുക്കണം നമുക്ക് നമ്മൾ ചില കാര്യങ്ങളിൽ കുറച്ച് നമ്മൾ സ്ട്രിഞ്ചന്റ് ആയിരിക്കണം എന്നാണ്. അതായത് അല്ലെങ്കിൽ എല്ലാം നമ്മൾക്ക് ഒരു ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ലൈറ്റർ സ്റ്റേജിൽ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. നമ്മൾ അറിയപ്പോലും ഇല്ല. അതൊരു വിഷമ ഘട്ടത്തിൽ എത്തുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. അത് പക്ഷെ മാറ്റാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എത്തിപ്പോകും. ഡോക്ടർ, അതുമാതിരി തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് മെയിൻ ആയിട്ട് ആൾക്കാർ ഇപ്പൊ കൂടുതലും യോഗ, മെഡിറ്റേഷൻ, ഈ സ്ട്രെസ് റിലീഫിന് ഒരു പാർട്ടായിട്ട് വളരെയധികം ഇന്ന് വേൾഡ് ലെവലിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ പക്ഷെ അതിന്റെ കൂടെ തന്നെ നമ്മൾ സെയിം ആയിട്ട് നമ്മളുടെ വെരി വെൽ നോൺ ആയിട്ടുള്ള നമുക്ക് ആയുർവേദത്തിലുള്ള ബ്രഹ്മി, അശ്വഗന്ധ ഇതേമാതിരിയുള്ള സപ്ലിമെന്റ്സ് എത്രമാത്രം നമുക്ക് അതിന് ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? ഈ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു സപ്ലിമെന്റ്സും കൂടെ അയക്കുന്നത് അത് എത്രമാത്രം സേഫ് ആണ്? അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ഇപ്പൊ ചോറാണ് കഴിക്കുന്നത്, ചോറ് മാത്രമല്ലല്ലോ ഉരുട്ടി കഴിക്കുന്നത്. അത് ടേസ്റ്റ് ആവാൻ വേണ്ടി നമ്മൾ അതിന്റെ കൂടെ കറികൾ ചേർക്കും.
അതിന് സൈഡ് ഡിഷ് ഉണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ കൂടിച്ചേരൽ ഉണ്ടാകുന്നിടത്ത് എപ്പോഴും നല്ല റിസൾട്ടുകളായിരിക്കും. നല്ല ടേസ്റ്റി ഫുഡ് കിട്ടണമെങ്കിൽ നല്ല കറികളെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമ്മൾ കഴിക്കണം, അല്ലാണ്ട് വെറുതെ വരുത്തുന്നൊരു കാര്യമില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മള് സ്ട്രെസ് മാനേജ്മെന്റിലേക്ക് പോകുമ്പോൾ ഈ സന്തോഷം ഉണ്ടാകണമെന്ന് പറയുന്നതില് ഒരു യോഗ എന്ന് പറയുമ്പോൾ ആ യോഗ ക്ലാസ്സിൽ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ ഒരു കൂട്ടായ്മ വന്നു. ഒരു ജിമ്മിൽ പോയി അവിടെ ഒരു കൂട്ടായ്മ വന്നു, അല്ലെങ്കിൽ ഒരു പാർക്കിൽ പോയി അവിടെ ഒരു കൂട്ടായ്മ വന്നു. അപ്പൊ അങ്ങനെ ആൾക്കാർ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ വരും. ആ ഒരു സന്തോഷം കിട്ടുന്നതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതുപോലെ ചില ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കാം. അത് വേണ്ടി വരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ മെന്റൽ ഹെൽത്ത് ശരിയാക്കി കൊണ്ടുവരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ വെറുതെ ഒരു മെഡിറ്റേഷൻ മാത്രം കൊടുത്തുകൊണ്ട് ചെയ്യാൻ ശരിയാവില്ല. മെഡിറ്റേഷന്റെ ഒപ്പം മെഡിക്കേഷനും വെക്കാം. അതിന് പിന്നെ ബ്രഹ്മിയശ്വഗന്ധ എന്നൊക്കെ പറയുമ്പോൾ നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുന്ന നല്ലൊരു ഔഷധമാണ്. അത് നമുക്ക് വളരെയധികം ബ്രെയിൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഔഷധങ്ങളുമാണ്. ഡോക്ടർ, അതേമാതിരി തന്നെ നമ്മളിപ്പോ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് ഇപ്പൊ കൂടുതൽ നമ്മൾ ആൾക്കാർ ഇപ്പൊ നമ്മള് കഫീൻ, അതേമാതിരി കോഫി, അതേമാതിരി തന്നെ പ്രോസസ്ഡ് ഫുഡ് എന്നിവ ഇപ്പൊ നമ്മളുടെ കൂടുതലായിട്ട് നമ്മള് ഇപ്പോ കൂടിയിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ ഇപ്പൊ ആൾക്കാർക്കായാലും പുതിയ ആൾക്കാർക്കായാലും കിച്ചണിൽ കയറാൻ നിന്ന് ഇപ്പോ പണ്ടത്തെ മാതിരി അത്ര നമ്മൾ ടൈം നമ്മള് സ്പെൻഡ് ചെയ്യുന്നില്ല. എത്രയും പെട്ടെന്ന് നമ്മൾ ഫുഡ് കഴിക്കുക എന്നുള്ളത് പോവാന്നുള്ളൊരു ഇതുമാണ്. ഇതേമാതിരി ഡോക്ടർ ഈ പ്രോസസ്ഡ് ഫുഡും അതേമാതിരി തന്നെ ഈ കോഫി ഇത് എത്രത്തോളം നമ്മളുടെ മൂഡിനെയും അതേമാതിരി തന്നെ നമ്മൾ മെന്റലിയും ഇംബാലൻസ്ഡ് ആക്കുന്നുണ്ട് ഡോക്ടർ? അത് അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡും ഈ കുത്തിക്കലക്കി ചേർത്തുണ്ടാക്കുന്ന ഫുഡിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഇല്ലേ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ തന്നെ. അപ്പൊ ഈ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുമ്പോൾ അത് കുറെ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നതായിട്ടും അതിനകത്ത് അതിന് വേണ്ട കെമിക്കലുകളൊക്കെ ചേർത്തും ഇപ്പൊ കൃഷി ചെയ്ത് കിട്ടുന്ന ഭക്ഷണ സാധനങ്ങൾ തന്നെ ഒരുപാട് പെസ്റ്റിസൈഡും കെമിക്കൽസും ചേർന്നതാണ്. അത് പ്രോസസ് ചെയ്ത് വെക്കുമ്പോൾ അതിലും കൂടുതൽ പ്രിസർവേറ്റീവ്സ് അതിൽ ചേർത്ത് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുന്നതാണ്. കാരണം ഒരുപാട് ഈ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നില്ല, ഞാൻ പുറമേന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത് പേരെടുത്ത് പറയാൻ പറ്റില്ല, എന്നാലും ചില ഭക്ഷണങ്ങളൊക്കെ പറയാം നമുക്ക്. ചിക്കൻ, മൈദ, ബർഗർ, പിസ്സ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ അതിന്റെ പിന്നാലെയാണ് നടക്കുന്നത്. എന്ത് ഫുഡ് ഉണ്ടെങ്കിലും ഇപ്പൊ എന്ത് പരിപാടികൾ ഉണ്ടെങ്കിലും അവിടെ കുറെ ഫ്രൈഡ് ഐറ്റംസും കുറെ ബിരിയാണി അങ്ങനെ കുറെ ഐറ്റംസ് ആണ് വരുന്നത്. ഒരു ഓണസദ്യ കഴിക്കാൻ പോയാലും അവിടെ ഉണ്ടാവും എന്തെങ്കിലും ഒരെണ്ണം ഒരു ഫാസ്റ്റ് ഫുഡ് ഐറ്റം. നമ്മളെല്ലായിടത്തും നമ്മൾ കടയെടുത്ത് നമ്മളുടെ പ്ലേറ്റ് എങ്ങനെ വിപുലീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. അതാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങളൊന്നും എന്താണെന്ന് പോലും ഇപ്പോഴത്തെ ജനറേഷന് അറിയില്ല. അവർക്കത് അറിയില്ല. നമ്മൾ വെച്ചു കൊടുത്താൽ പോലും ഇതെന്താ സാധനം, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോ. അപ്പൊ ഈ പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ദോഷം നമ്മുടെ ലിവർ ഡാമേജ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ദഹിച്ചു വരുന്ന ആ അന്നരസത്തിലെ എല്ലാ ദുഷ്ടുകളെയും ഫിൽട്ടർ ചെയ്യുന്ന വ്യക്തി നമ്മുടെ ശരീരത്തിലെ ലിവറാണ്. അപ്പൊ ഇപ്പൊ സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ വരുന്ന കൊഴുപ്പിനെ മാറ്റുക. നമ്മൾ അന്ന് വിഷാംശം ഒന്നും കഴിച്ചിരുന്നില്ല, വിഷാംശം മാറ്റേണ്ട ജോലി ലിവറിന് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനെയല്ല, പെസ്റ്റിസൈഡ്, പ്രിസർവേറ്റീവ്സ് ഇതിനെയെല്ലാം ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ പിന്നീട് അയാൾക്ക് ഫാറ്റിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. അപ്പൊ ശരിക്കും ഈ ഫാറ്റ് പോയിട്ട് നമ്മുടെ ലിവറിന്റെ ഉൾഭിത്തിയിൽ അടിഞ്ഞു പിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മതിലിൽ പായൽ പിടിച്ചാൽ കഴുകാണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും പറ്റുന്ന മാതിരി ഈ കൊളസ്ട്രോള് ഇത് അവിടെ കൊഴുപ്പ് അടിഞ്ഞുകൂടി ദിവസേന നമ്മൾ ഇതേ സൈസ് ഫുഡ് തന്നെ കഴിച്ചുകൊണ്ട് വരുമ്പോൾ ഈ കൊഴുപ്പ് മുഴുവനും നമ്മുടെ ലിവറിൽ അടിഞ്ഞുകൂടുന്നു. ലിവറിൽ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തകരാറിലാവും. അതാണ്. അപ്പൊ ശരിക്കും ഹൃദയമല്ല മനുഷ്യ ശരീരത്തിലെ പ്രധാന അവയവം കരളെന്ന് തന്നെ പറയണം. കാരണം കരളിന് ദോഷം സംഭവിച്ചാൽ ഹൃദയത്തിന് പോലും വർക്ക് ചെയ്യാനുള്ള പ്യുവർ ബ്ലഡ് കിട്ടില്ല. അപ്പൊ ഈ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ലിവറിലെ കണ്ടമാനം ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഫിൽട്ടർ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ പിന്നെ വരുന്ന ദുഷ്ടുകൾ പിന്നെ ഫിൽട്ടർ ചെയ്യുന്ന ആള് കിഡ്നിയാണ്. അയാളിലേക്ക് വരും അടുത്ത അധ്വാനം. അപ്പൊ ഒരു 5 കിലോ ഭാരം എടുക്കുന്ന ആളുടെ തലയിൽ 10 കിലോ ഭാരം എടുത്ത് വെച്ചാൽ അയാൾക്ക് എടുത്ത് നടക്കാൻ പറ്റേണ്ട ഒരവസ്ഥയാകും. അപ്പൊ ലിവറ് ഷട്ട് ഡൗൺ ആകും,
കിഡ്നി ഷട്ട് ഡൗൺ ആവും, പിന്നെ മനുഷ്യനില്ലല്ലോ. ഡോക്ടർ എനിക്ക് അതൊരു വൺ ഓഫ് ദ റീസൺ ആയിരിക്കും ഇന്നിപ്പോ കൂടുതൽ ആർക്കും ഡയബറ്റിക് കേസസ് നമ്മുടെ നാട്ടിൽ കൂടുന്നതിന്റെ ഒരു വൺ ഓഫ് ദ റീസൺ ഈ ഒരു ഫുഡ് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്നതായിരിക്കും അല്ലെ. ഒന്ന് അത്, രണ്ടാമത് ഈ ഫുഡ് കഴിച്ചിട്ട് അതൊന്ന് എനർജറ്റിക് ആയിട്ട് പുറത്തേക്ക് തള്ളിക്കളയാനുള്ള എക്സർസൈസ് ഇല്ല. ഫുഡ് കഴിക്കുക, അത് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാ? ലാപ്ടോപ്പിന് മുമ്പിൽ ഇരിക്കുക, ഇവിടുന്ന് സ്പൂൺ കൊണ്ട് കഴിക്കുക, ഇവിടുന്ന് വെള്ളം കുടിക്കുക, അവിടെ ഇരുന്ന് ജോലി ചെയ്യുക. ഈ പാത്രം പോലും അവിടെ ഇരിക്കും, ക്യാമറയിൽ കാണില്ല. അതുകൊണ്ട് ഈ പാത്രം പോലും കഴുകുന്നത് പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും. അപ്പൊ അത്രയും എന്താ പറയാ, ഡെഡ്ലി ആയിട്ട് ഇരുന്നു കൊണ്ടാണ് വർക്കുകൾ മുഴുവനും ചെയ്യുന്നത്. അപ്പൊ ഇത് ആയുർവേദ ശാസ്ത്രപ്രകാരം നമ്മൾ ഇതിനെ വിശദീകരിക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്ന കസേരകളൊന്ന് ആലോചിക്കൂ. ശരിക്കും അടിഭാഗം സീൽഡ് ആയിട്ടുള്ളതാണ്, എയർ സർക്കുലേഷൻ ഇല്ല. പണ്ടൊക്കെ ഓഫീസുകളിലെ എയർ സർക്കുലേഷൻ കിട്ടുന്ന മാതിരി നെറ്റ് ചെയറാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ഈ രാവിലെ ഇരുന്നാൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ആ സമയം കൊണ്ട് നമ്മുടെ ശരീരത്തില്, നമ്മുടെ അടിവയറിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വായുവിനെ അപാനവായു എന്ന് പറയും. അപ്പൊ ആ വായുവിന് കംപ്ലീറ്റ് തടസ്സമാണ്. അയാൾക്ക് എങ്ങും അനങ്ങാൻ പറ്റാണ്ട് ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരാള് അതിന് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് തടസ്സം വരണം. അയാൾക്ക് അടിഭാഗം തടസ്സം വരുമ്പോൾ മുകളിലോട്ടുള്ള എല്ലാവർക്കും കംപ്രഷൻ വരും. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വായുക്കളെ 5 തട്ടുകളായിട്ട് നമ്മുടെ ശരീരത്തിൽ നിർത്തി വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിൽ നിൽക്കുന്നത് അപാനവായുവും ഏറ്റവും മുകളിൽ നിൽക്കുന്ന പ്രാണവായുവും. അപ്പൊ ഈ പ്രാണോഹൃദിസ്ഥിത എന്നാ പറയാ. അപ്പൊ ഹൃദയത്തിൽ നിന്നുകൊണ്ടുള്ള ആ പ്രാണവായുവിന് ഈ അടിയിലുള്ള ആൾക്ക് തടസ്സം വന്നു കഴിയുമ്പോൾ ഇയാൾക്ക് അതിന്റെ കംപ്രഷൻ മുഴുവനും അങ്ങോട്ടേക്ക് കിട്ടും. അപ്പൊ ഹൃദയം നമ്മുടെ മനസ്സാണ്. അപ്പൊ മനസ്സിനാണ് ആ കംപ്രഷൻ മുഴുവനും വരുന്നത്. ബാക്കിയുള്ളത് അവിടുന്ന് ബ്രെയിനിലേക്കും പോകും. കാരണം ഈ വായുവിന് ഭയങ്കര തടസ്സം വരുന്നു, ഇയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാണ്ടാവണം. ദാറ്റ് ഈസ് ദ മെന്റൽ സ്ട്രെസ്. ഇരിപ്പിടം ശരിയാക്കിയാൽ തന്നെ പകുതി ശരിയാവും. കാരണം ഈ ഇനി കസേരകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവര് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എഴുന്നേറ്റ് നടന്നു പോകില്ല, ഈ ചെയർ ഉരുട്ടിക്കൊണ്ട് പോകും. അപ്പൊ ഞാൻ പറയും, ചെറുപ്പത്തിലെ വീൽ ചെയറിൽ പോകല്ലേ എന്ന് ഉപദേശിക്കാറുണ്ട്. ശരിയാണ് ഡോക്ടർ. നമ്മൾ എല്ലാം സൗകര്യങ്ങൾ കൂടുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മളൊക്കെ കൂടുതലായിട്ട് വരുന്നത് ബോഡിയില്. ഡോക്ടർ ഇത് മനസ്സിലാണ് ഡോക്ടർക്ക് ഇപ്പൊ വരുന്ന മെന്റൽ ഇപ്പൊ കുറെ മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് വരുന്ന പേഷ്യൻസും ഒരു 10 കൊല്ലം മുമ്പ് ഡോക്ടർക്ക് വന്നൊരു പേഷ്യൻസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുമല്ലോ ഡോക്ടർ? കാരണം അന്നത്തെ ഒരു പ്രശ്നങ്ങളായിരിക്കില്ല ഇന്നത്തെ ആൾക്കാർ പേഷ്യൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ. അപ്പൊ ഇന്നത്തെ ഈ മോഡേൺ ആയിട്ടുള്ള ഒരു ഇതിനെ ഡോക്ടർക്ക് ആയുർവേദത്തിൽ എങ്ങനെയാണ് ഡോക്ടർ ഇപ്പൊ പുതിയതായിട്ടുള്ള പേഷ്യൻസിനെ അത് അപ്രോച്ച് ചെയ്യുന്നത്? അത് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മള് പണ്ട് കാലത്ത് സ്ട്രെസ് ഉള്ളവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. 10 വർഷം മുമ്പ് എനിക്ക് ഒരു 1000 പേര് വരുന്നതിൽ ഒരാളായിരിക്കും സ്ട്രെസ് കിട്ടുന്നതെങ്കിൽ ഇപ്പൊ 1000 പേര് വന്നാൽ ഒരാളാണ് സ്ട്രെസ് ലെസ്. അങ്ങനെ എനിക്ക് പറയാം. അങ്ങനെയാണ്. പണ്ട് 1000-ൽ ഒരാൾക്ക് സ്ട്രെസ്, ഇപ്പൊ 1000-ൽ ഒരാൾ സ്ട്രെസ് ഇല്ലാത്ത ആള്, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ അവരുടെ മെന്റൽ ഹെൽത്ത് ശരിയാക്കണമെങ്കിൽ നമ്മൾ ആയുർവേദ രീതിയാ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ആ വായുവിന്റെ ആ തടസ്സത്തെ മാറ്റി കൊടുക്കാനായിട്ട് നമ്മള് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റുകൾ ചെയ്യും. അതിന് ഉള്ളിലേക്ക് മരുന്ന് കഴിപ്പിക്കും, അവർക്ക് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ് കൊടുക്കും, ഒപ്പം കൗൺസിലിംഗ് തെറാപ്പി കൊടുക്കും, റിലാക്സേഷൻ തെറാപ്പി കൊടുക്കും. ഇതെല്ലാം ഒന്നിച്ചു കൊണ്ടുപോയാലാണ് നമുക്കത് വിജയകരമായിട്ട് സാധിക്കും. ഓക്കെ ഡോക്ടർ. ഡോക്ടർ, ആസ് എ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡോക്ടർ ഇന്നത്തെ ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ഫാസ്റ്റ് പേസ് ഡിജിറ്റൽ വേൾഡിൽ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനെ കുറിച്ച് യങ് ജനറേഷനോട് ഡോക്ടർക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത്? ഏറ്റവും വലിയ സന്ദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ, സ്ട്രെസ്സിനെ സ്ട്രെസ്സായിട്ട് എടുക്കാതെ അതിനെ ലഘൂകരിക്കാനായിട്ടുള്ള എക്സർസൈസ് ചെയ്യുകയും, എത്ര നേരം ഇരുന്ന് ജോലി ചെയ്താലും ഇടയ്ക്കൊരു 10 മിനിറ്റ് എഴുന്നേറ്റ് അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളോടൊന്ന് മിങ്കിള് ചെയ്യുകയും ഒന്ന് എഴുന്നേറ്റ് നടക്കുകയും അങ്ങനെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുകയും ഏറ്റവും കൂടുതൽ സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കുകയും കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാനസികാരോഗ്യത്തിലെ ഏറ്റവും മുൻപന്തിയിലെത്താൻ പറ്റും. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഈ വെബിനാറിൽ വന്നതിനും
നിരവധി അറിവുകൾ ഞങ്ങൾക്ക് പകർന്നു തന്നതിലും ഇത് ഒരു കുറെ പേർക്ക് എത്തിക്കാൻ ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞങ്ങളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ആൻഡ് റിയലി വി ഓൺ ബിഹാഫ് ഓഫ് ഒറിജിൻ ഇന്ത്യ ടീം റിയലി താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഫോർ ജോയിനിങ് അസ് ഡോക്ടർ. താങ്ക് യു സോ മച്ച്. പിന്നെയും ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിച്ച് ഇത്രയും ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് കേട്ട് 10 പേര് നന്നായാൽ ഐ എം സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു ഡോക്ടർ. താങ്ക് യു വെരി മച്ച്.